മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ചേച്ചി നോക്കിയപ്പോ ഞാൻ നോക്കി. അതല്ല, ബുക്കിന്റെ ഇടയിൽ എന്താ തപ്പടേന്ന് കൊറേ നേരം അതിനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കണേ. എന്തെങ്കിലും വെച്ച് മറന്നാ? ഇത് വെറുതെ അവിടെ ഇവിടെ ഓരോ ബുക്ക് കൊണ്ടിടും, എന്നിട്ട് ആവശ്യം വരുമ്പോ ഇവിടെ കിടന്ന് നേരെ വിളിക്കും. അത് കാണാനില്ല ഇത് കാണാനില്ല എന്നും പറഞ്ഞോണ്ട്. ഞാനല്ലല്ലോ ഒന്നല്ലേ വിളിക്കുന്നത്, ചേച്ചിയല്ലേ. തിരിച്ചുത്തരം പറയാൻ ഭയങ്കര നാക്കാണല്ലോ. എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, തരാൻ കേട്ടോ ഒരു ദിവസം. ചേച്ചിക്ക് എന്താ പ്രശ്നം? ആ കേശു കിടക്കുക. രാവിലെ പോയതാണല്ലോ ഇവിടെ നിന്ന്. ഇതിപ്പോ ഇങ്ങനെയാണ്, തോന്നുമ്പോ പോവും തോന്നുമ്പോ വരും. എന്തോ കിടന്ന് കാണിക്കുന്നവൻ. അതാണ് ചേച്ചിയുടെ പ്രശ്നം. ഇന്നലെ ചേട്ടൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എവിടാ പോയെന്ന്. അപ്പൊ എന്നെ കടിച്ചു കയറാൻ വരുന്ന പോലെ ഒരു വരവങ്ങ് വന്നു. അവനെന്തോ ടെൻഷൻ ഉണ്ട് കേട്ടാ. ഇപ്പൊ വലുതായിട്ട് വലിയ ഫോൺ വിളി ഒന്നും കാണാനില്ല. ബുക്ക് എടുത്ത് നോക്കുന്നുണ്ട്, ബുക്ക് എടുത്തോണ്ടാ പോയെ. അത് പിന്നെ പരീക്ഷയൊക്കെ ആവാറായില്ലേ, ആ ചിന്തയൊക്കെ വന്ന് കാണും. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. നീ 2 ദിവസമായിട്ട് തുടങ്ങിയാണല്ലോ കുരിപ്പേ. ഞാൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്തിനാണ് ചോദിക്കാനുള്ളത്? എന്ത്? ചേട്ടൻ എവിടെ പോയതാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എവിടെ വരെ പോയത്. ഓ, മെർലിൻ ചേച്ചി കാണാൻ പോയതാ? പിന്നെ എനിക്കതല്ല വേല, ഞാൻ അവിടെ ഒന്നും കാണാനൊന്നും പോയില്ല. മെർലിൻ ചേച്ചി കണ്ടിട്ട് 2-3 ദിവസമായി, അതുകൊണ്ടാ ചോദിച്ചേ. മക്കളെ, നമ്മൾ എല്ലാ ദിവസവും ആൾക്കാരെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാല് ആ ഒരു സ്നേഹം അങ്ങ് പോവും. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് വിട്ട് പിടിക്കണം. സ്നേഹം പോവും? പോവും. എന്റെ അടുത്ത് സ്നേഹമില്ലേ? ചേട്ടൻ എപ്പോഴും എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവല്ലേ? അല്ല മക്കളെ, അത് ആ സ്നേഹം വേറെ ഈ സ്നേഹം വേറെ. സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അങ്ങനെ യോജിപ്പിക്കാൻ പറ്റൂല. എവിടെ പോയതാ? ഞാൻ അറിയാത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഈ തത്തിക്ക് വന്ന് എവിടെ പോയതാ ചോദിക്കേണ്ട കാര്യം എന്തിനാണ്? ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റൂലേ? പുറത്തോട്ട് കാലെടുത്ത് ഇങ്ങനെ വെച്ചാൽ ഉടനെ ഉടങ്ങും. എടാ പോയതാ അല്ലെങ്കിൽ കൊണ്ടുപോകണം വിളിച്ചോണ്ടിരിക്കും. എന്തിനാണ് ഇതൊക്കെ? കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഞാന് ഇപ്പം നമ്മുടെ ഈ ബുക്ക് മേടിക്കാൻ പോയത്. 2-3 ബുക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ റെഫർ ചെയ്ത്, അപ്പൊ അതിങ്ങനെ മേടിക്കാൻ വേണ്ടി പോയത്. ഈ എക്സാം സെമിസ്റ്റർ വരുവാണല്ലോ. ആണല്ലോ, ടെൻഷനായി കാണുമല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ബുക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ടെൻഷനാ നമുക്കാ? എന്തിന്? നമ്മളായിട്ട് പഠിക്കുന്നു അങ്ങനല്ലേ? ടെൻഷൻ എന്തിനു? നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ സെമസ്റ്ററിന്റെ മാർക്ക് വന്നാ? കഴിഞ്ഞ തേർഡ് സെമസ്റ്ററിന്റെ മാർക്ക്? തേർഡ് സെമസ്റ്ററിന്റെ നമ്മുടെ ഈ കളിക്കാതെ കാര്യം പറ. വന്നില്ല ചേച്ചി, നമ്മുടെ ഈ അറബിക്ക് മെയിനായിട്ട് എടുത്തവർക്ക്, പിന്നെ ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തവര്, പിന്നെ ഉറുദു മെയിനായിട്ട് എടുത്ത അവരുടെയൊക്കെ തേർഡ് സെമസ്റ്ററിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്ത് അവർക്ക് എന്തൊക്കെ മാർക്ക് കുറവുണ്ടോന്നോ കൂടുതലുണ്ടോന്നൊക്കെ. മലയാളം മെയിനായിട്ട് എടുത്തവരുടെ വന്നില്ല? മലയാളം മെയിനായിട്ട് എടുത്തവരുടെ വന്നില്ല? കിട്ടും. കിട്ടാതിരിക്കില്ലല്ലോ. കിട്ടി.
കിട്ടി. അമ്മൂമ്മേ, കനകാന്റിയേ, അമ്മൂമ്മേ, കനകാന്റിയേ. ചേച്ചിയുടെ മാർക്ക് കിട്ടി. മാർക്ക് കിട്ടി. കിട്ടി. கிடைச்சதாடா? കടച്ചത്. ஐயோ நல்ல மார்க்கா இருக்கும். ആന്റി ആന്റി നിക്ക് ചോദിക്കട്ടെ, എന്നിട്ട് മാർക്ക് കിട്ടിയ കാര്യം എന്ത് പറയാത്തെ? മാർക്ക് കിട്ടിയ കാര്യം എന്ത് പറയാത്തേന്ന്? ഞാൻ ഈ മറന്നുപോയത്. മറന്നുപോയാ? കടയിൽ സാധനം മേടിക്കാൻ വിടുമ്പോഴത്തേക്ക് ഓരോന്നൊക്കെ മറന്നു പോകില്ല, അതുപോലെയാണല്ലോ പറയണത് മറന്നുപോയിന്ന്. പിന്നെ ഇത്ര നേരം ഞാൻ നിന്റെ അടുത്ത് എന്താ ചോദിച്ചേ? കേശുവേ, എന്താ ചേച്ചി? ചേച്ചി എന്തിനു കിടന്നതിനെ വിളിക്കണ? എനിക്ക് കേൾക്കാം, ചെവി കേൾക്കാം. ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ? ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ് മൂന്നിൻ്റെയും റിസൾട്ട് വന്നു. മൂന്നിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഇപ്പം ദാണ്ട ഇപ്പം മാർക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം ഫോർത്ത് സെമ്മിൻ്റെ എക്സാം വരാൻ പോവാണ്. അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കണം. അറിയാമല്ലോ എല്ലാവർക്കും, കേശു പഠിക്കണമെന്ന് വിചാരിച്ച് പഠിത്തത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്നാ കൊണ്ടാകും കയറും. അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോൾ എക്സാം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ബുക്ക് 1 2 3 ഒരു ബുക്ക് കാണാനില്ല. ഒരു ബുക്ക് അവിടെ ഇരിക്കണേ. അയ്യോ, ചേച്ചി കേശുവേട്ടൻ മുങ്ങിയതാ. മുങ്ങിയാളെ പൊക്ക ബാ. ചേട്ടന്റെ ബുക്ക് കിട്ടിയോ? ബുക്ക് കിട്ടിയോ? ബുക്ക് അത് കിട്ടിയില്ല. ഞാനിപ്പം തപ്പി. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ആ ബുക്ക് ഇവിടെ ഇല്ലെന്ന് വേറെ കാര്യം പറ. കാര്യം പറ. ബുക്ക് കിട്ടിയില്ല. എന്തേ ബുക്ക് കിട്ടിയില്ല. ഈ 3 ബുക്ക് മതി. ഞാൻ നേരത്തെ ചോദിച്ചതോ? നേരത്തെ എന്താ ചോദിച്ചേ? തേർഡ് സെമസ്റ്ററിന്റെ മാർക്കിന്റെ കാര്യം. മാർക്ക് പറയടാ മര്യാദക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർക്കിന്റെ കാര്യം? ഇറങ്ങി വാടാ. അല്ല, ആ ടോളങ്ങ് പറഞ്ഞു പോയതാ. അവളുടെ ഒരു ടോൺ. മൂത്തവരെ ഇടവാണെന്നൊക്കെ വിളിച്ചാണ്ടല്ലോ നല്ല ഞൊട്ടുകൊള്ളു. സോറി പറ. സോറി. നീ ഇങ്ങനെ ഇറങ്ങുന്നേ? ഇറങ്ങി വാടാ. എന്തിനി? ഇറങ്ങാനാ പറഞ്ഞേ. എന്ത് കാര്യത്തിന്? ചോദിക്കാൻ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കൂടെ? ഞാൻ ഇവിടെ ഇരിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ മാർക്ക് അങ്ങനെ വന്ന് അങ്ങനെ പറഞ്ഞു, അത്ര. ഇപ്പൊ ചേച്ചിന്റെ ഇറങ്ങി വരാൻ പറഞ്ഞ കാര്യം എന്തിനാണ്? എന്തുവാ ഇവിടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ പോരെ, എന്തിനാ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? എന്റെ കേശു, നിന്റെ ഈ തപ്പി കളിക്കുന്ന പരിപാടിയൊക്കെ നിർത്ത്. നിന്റെ മാർക്കിന്റെ അവസ്ഥ പറ, എനിക്ക് അത് അറിഞ്ഞാൽ മതി. അത് തന്നെ. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയോട് പറ. ചേച്ചിയോട് പറയണ്ടായോ? എടാ നീ കൊച്ചല്ലയോ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളോട് പറയണം. ഇനി അങ്ങനൊന്നും ആവർത്തിക്കരുത്. ഒരു കാര്യം ചെയ്യ്, മക്കൾ പോയിരുന്നു പഠിക്ക്. കഴിഞ്ഞ ഇനി ഞാൻ കുറച്ചു നേരം സംസാരിച്ചോട്ടെ അവനോട്. എവിടെ പോണ്? പഠിക്കാൻ പറഞ്ഞു. മാർക്കിന്റെ അവസ്ഥ പറ. ஆமா கேசு, லெச்சு கேக்குறதுக்கு கரெக்டா பதில் சொல்லு. நீ அதே மாதிரி உனக்கு ஏதா பிரச்சனைனா லெச்சுட்ட சொல்லு, கரெக்டா சொல்யூஷன் கொடுப்பா. உனக்கு இப்ப அலீனாவோட பிரச்சனைனா அதுவும் சொல்லு, அதுக்கும் சொல்யூஷன் கொடுப்பா. மெர்லினோட பிரச்சனைனா அதுவும் சொல்லு, அதுக்கும் அவ சொல்யூஷன் கொடுப்பா. ഇനി ഹരിതയുടെ പ്രശ്നമാണെങ്കിൽ നീ അത് പറ. ഒന്ന് നിർത്തിക്ക്. എന്റെ കോഴിത്താഴല്ലേ ഇവിടുത്തെ വിഷയം? ഞാൻ അവന്റെ മാർക്കിനെ പറ്റിയാ ചോദിച്ചോണ്ടിരിക്കണേ. പറയടാ. എന്താ വലിച്ചു നീട്ടാത്ത കാര്യം പറയുന്നുണ്ടാ നീ? சொல்லு கேசு, மார்க் எவ்வளவுன்னு? சொல்றேன். ചേച്ചി ഈ മാർക്ക് വന്നപ്പോളേ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. അത്രയും മാർക്കുണ്ടോ? പറഞ്ഞോണ്ടിരിക്കല്ലേ പാറു. ചേച്ചി ഈ തേർഡ് സെം എന്ന് പറയുമ്പോൾ 5 ആണല്ലോ സബ്ജക്റ്റ്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കുഴപ്പമൊന്നുമില്ല, ഇംഗ്ലീഷ് നല്ല മാർക്കുണ്ട്. പിന്നെ ബാക്കിയുള്ള 2 സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ട്. ബാക്കിയുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അതിന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, അത്രേ ഉള്ളൂ. പാളിന്ന് വെച്ചാ? പാളൽന്ന് വെച്ചാ? ജസ്റ്റ് ഒന്ന് കുറച്ച് കുറഞ്ഞു പോയി. എത്ര? കുറച്ച്. എത്ര പറ? കുറച്ചെന്ന് വെച്ചാ ഒരു 75? 80 ഉണ്ടാ? 80 താഴത്തേക്ക് കുറയ്ക്കണോ? 75 കുറച്ച് അടുത്ത് തന്നെ, 75 അടുത്ത് തന്നെ. 70? சொல்லுடா. 65? 60? അപ്പൊ തോറ്റാ? തോറ്റൊന്നുമില്ല. 58. അശ്ശേ, 58
ജയിച്ചില്ലേ? ജയിക്കുകയൊക്കെ ചെയ്തു. ജയിച്ചല്ലോ, പിന്നെന്താ കുഴപ്പം? ஆமா ஜெயிச்சான்ல பின்ன என்ன பிரச்சனை? പിന്നെ എന്നാ പ്രശ്നേന്നാ? റാങ്ക് റാങ്ക് എന്ന് പറഞ്ഞ് നടന്ന ചക്കരാ. ഇപ്പൊ റാങ്കും ഒരു തേങ്ങയില്ല, 58% വന്നേക്കാണ്. നിനക്ക് എന്താടാ, നിനക്ക് പഠിച്ചെന്താടാ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലേ ചേച്ചി, ചില സമയം നമ്മൾ എഴുതണത് കിട്ടൂല. നീ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നില്ലടാ അല്ലേ? ഈ ടോപ്പർ എന്ന് പറയണത് ഇങ്ങനെ നമ്മളെ സെമ്മ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ ചേച്ചി. അപ്പൊ ഇപ്പം ഈ സമയം ഇപ്പൊ അടുത്ത സമയം റാങ്ക് മേടിക്കാമല്ലോ. ഉണ്ട കിട്ടും നിനക്ക് ഉണ്ടത്. എന്നെ കൊണ്ടൊന്ന് പറഞ്ഞ് ചവിട്ടി കൂട്ടി ഞാൻ നോക്കിക്കോ. നിനക്ക് வேண்டாம் லெச்சு, விட்டுடு லெச்சு. ലച്ചു എടാ പറയടാ ജീനു, എന്ത്? ഓ അത് ലച്ചേച്ചി എടുത്ത് പറഞ്ഞു. അപ്പൊ ചേച്ചി ഭയങ്കര കലിപ്പിടി കുറഞ്ഞല്ലോടാ അതിന്റെ. നീ വിളിച്ചതിന്റെ കാര്യം പറഞ്ഞ അതൊക്കെ വിടും. പടത്തിന് പോവാനാ? സെക്കൻഡ് ഷോയ്ക്കാ ഇന്നാ? എടേ ഇന്നത്തെ ഈ അവസ്ഥക്ക് ഞാൻ ഇനി വീട്ടിൽ ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ നടക്കണ കേസൊന്നുമല്ല അത്. നോക്കി വെക്കല്ലേ? എന്തരേ എന്തരേ നോക്കിക്കൊണ്ടിരിക്കണേ? ഒന്നുമില്ല, പാറ ഒന്ന് സൈഡിൽ ഒരേ നേരം നോക്കിക്കൊണ്ടിരുന്നു. നീ അല്ലേ വേണ്ട, പടത്തിന് പോയാൽ ശരിയാവില്ല. പോടാ ഇവിടുന്ന്. ഞാൻ ഇനി ലച്ചെടുത്ത് ചേച്ചി പിന്നെ ഏറെ കയറ്റി ഒന്നാമതേ കല്ലിയെടുത്തിരിക്കണ ആ സാധനം ഇവിടെ. അങ്ങോട്ട് ദേഷ്യപ്പെടാ, തിരിച്ച് ദേഷ്യപ്പെടാനാ? എടാ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ അങ്ങനെയുള്ളവർ തന്നെയല്ലേ, നമ്മൾ എത്ര വലുതായാലും. പറയാൻ പറ്റില്ല. ചേച്ചി ഒന്നാമത്തെ ബോധമില്ലാത്തന്നെ കൈ കിട്ടണമല്ലോ തലക്കടി ചാ. ആടാ ഞാൻ വിളിക്കാം. എന്താ ചേച്ചി? ആരാ വിളിച്ചേ? ഏ ആരാ വിളിച്ചേ? ചീനു. ചീനോ? ഓ പറയുമല്ലോ, ചീനു അവിടെയാടാ. കൊറേ നാളായി അവനെ കണ്ടിട്ട്. സാധാരണ ഈ റോട്ടിലൊക്കെ വെച്ച് നമ്മൾ അവൻ കണ്ടോണ്ടിരുന്നാണല്ലോ, ഇപ്പൊ അതൊന്നും ഇല്ല. അവ ഇപ്പൊ റോട്ടിലൊന്നും അധികം അങ്ങനെ ഇറങ്ങാറില്ല. അതെന്താ? എന്തോ അങ്ങനെ. ചിരിച്ചോടെ പാവാ. ചീനുചേട്ടൻ പാവമാണല്ലേ? എന്നാ ചീനുചേട്ടൻ ഒന്ന് വിളിക്കോ? ചീനുചേട്ടനൊന്ന് വിളിക്കോന്ന്? എന്തിന്? എടാ ഞാൻ കൊറേ നാളായിട്ട് അവനെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ വിശേഷമൊക്കെ അന്വേഷിക്കണ്ടേ? എനിക്ക് അവൻ അനിയെ പോലെയല്ലേ, നിന്നെ പോലെയല്ലേ ഞാൻ അവനെ കാണണേ. തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്കൊന്നും പറ്റിയില്ല. ജീനു അവിടെ ലച്ചേച്ചി നിന്റെ അടുത്ത് എന്തോ സംസാരിക്കണ്ടെന്ന്. നിന്നെ കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനെ കൈ നിണ്ടിരിക്കുന്നു, ഞാൻ കൊടുക്കാം. എവിടെയാടാ നീ? എന്താണ് ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാത്ത? എത്ര നാളായി കണ്ടിട്ട്. സുഖാണോ? പരീക്ഷയ്ക്ക് മാർക്കൊക്കെ എത്രയുണ്ട്? എന്താ? എടാ 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 നീയോ പഠിക്കൂല്ല. നീ എന്തിനാണ് ഈ പഠിക്കുന്ന പിള്ളേരെ കൂടെ ചീത്തയാക്കണേ? അതിന്റെ സിനിമയ്ക്ക് ഇവിടെ ഒരുത്ത തോറ്റ് തൊപ്പിട്ട് വന്നിരിക്കുക. അപ്പോഴാണ് അവന് സെക്കൻഡ് ഷോ കാണാൻ പോണ്ട്. മര്യാദക്ക് നിർത്തിക്കോട്ടെ ഈ കറക്കാൻ മുക്കലൊക്കെ. എന്ത് എന്ത് ലച്ചു ചേച്ചിന്ന് ചെറുക്ക, ഞാൻ ഇപ്പോഴേ കാര്യം പറയേക്കാം. രണ്ടുപേരും മര്യാദക്ക് പഠിച്ചോളണം. ഇവിടെ ഒരുത്തന്റെ മാർക്ക് നീ കേട്ടായിരുന്നു, 58%. ഇവിടെ ടോപ്പ് പഠിച്ചോണ്ടിരുന്ന ചെറുക്കനായിരുന്നു. നിന്റെയൊക്കെ കൂടെ കൂടി 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 അവൻ നശിച്ച് വെച്ചിട്ട് പോയി. എന്താ ഒരു വഴി പറയാൻ പാടില്ലേ? പഠിക്കേണ്ട സമയത്ത് പഠിക്കണോടാ, അല്ലാതെ നിന്നെ വിളിച്ചോണ്ട് സെക്കൻഡ് ഷോയ്ക്കല്ല കാണാൻ പോണ്ട്. നിന്നെ വേണം അടിക്കാൻ കേട്ടോ. ഇവിടെ കേൾക്കണ ഒരാളെ പോയി പറയണം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ നീ കേട്ടാ കേട്ടേ? ശരി സമ്മതിച്ച്. മാർക്ക് കുറഞ്ഞത് എന്റെ ഭാഗത്ത് തെറ്റി തന്നെ എന്നും പറഞ്ഞോണ്ട് അത് നാട്ടിലുള്ള പിള്ളേരെ മൊത്തം വിളിച്ചാണ് വാക്ക് പറയണ്ടേ? നാട്ടിലുള്ള പിള്ളേരൊന്നും വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞില്ല. ഞാൻ ചീനുവിനെ മാത്രമേ വിളിച്ചു പറഞ്ഞോളൂ. അത് അവന്റെ കൈരിപ്പിന്റെ കൊണ്ടാ. അവന്റെ എന്തൊരു കൈരിപ്പെന്ന്? ഇന്നാള് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചേന്. പോലീസാ? ആന്റി ഞാൻ ലൈസൻസ് ഇല്ല, അവന്റെ വണ്ടി എടുത്ത് ഓടിച്ചതിന് അവനാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയത്. എടാ എല്ലാത്തിനും കൂടെ കൂടിയിട്ടാടാ ഞാൻ അവനൊരു ഡോസ് കൊടുത്തേ. എന്ത് കാര്യത്തിന്? പറയല്ല ഞാൻ ഇനി. നീ ഒന്നും പറയണ്ട, നീ ഞാൻ പറയാം കേട്ടാ മതി.
മര്യാദക്ക് വീടിന്റെ അകത്തിരുന്നോളണം, എന്നിട്ട് ഇരുന്ന് പഠിച്ചോളണം. പുറത്തോട്ട് എങ്ങാനും ഇറങ്ങിയാൽ മുട്ടാലും ഞാൻ തല്ലി ഓടിക്കും. പിന്നെ ഫോണിലും കൂടെ കുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതും അങ്ങ് നിർത്തിക്കോ. വൈകിട്ടേ ഒരു ഈവനിങ് ടീ ഈവനിങ് ടീ നിനക്ക് വീട്ടിലിട്ട് തരും. പഠിക്കണടി? പഠിക്കുന്നു. മക്കള് ഇവിടെ നീ ചവിടെല്ലാം പോയിരുന്നു പഠിയല്ലേ? ചേട്ടൻ എവിടെയെങ്കിലും പോയി പഠിക്ക്. നീ റൂമിൽ പോയിരുന്നു പഠിയേ? ചേട്ടൻ റൂമിൽ പോ. എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചാലേ പഠിത്തം വരത്തുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചാലേ പഠിത്തം വരത്തുള്ളൂ. മക്കൾ എത്രല്ല? 1 2 3 അങ്ങോട്ടല്ലയോ? ഞാനേ ഡിഗ്രി 8 പോട്. ഞാൻ പോത്തില്ല. പോത്തില്ലെന്നാ? എണീക്കടി. കൂടുതൽ പഠിക്കാനുള്ളത് എനിക്കാണ്. അപ്പൊ ഞാൻ വേണം ഇവിടെ നിന്ന് പഠിക്കാൻ. എന്താ അവിടെ ഇരിക്കണം? ഇവിടെ ഇരിക്കാനും പറ്റൂലേ? അവിടെ ഇരിക്കാൻ പറ്റൂല. എന്നോട് ആത്തോലം പോയിരുന്നു പഠിക്കാല്ലോ പറഞ്ഞേ. നടപ്പിരിക്കുന്ന കാര്യം എന്തിന്? ചെല്ല ആത്തോ വരി. എടേ റൂമിൽ പോയിരുന്നു പഠിയടി. മൈൻഡ് ആയിരിക്കുന്ന എനിക്ക് ഇവിടെ അങ്ങനെ ആരും പാടില്ല ഞാൻ പഠിക്കുന്ന സമയത്ത്. അവനുണ്ടെങ്കിൽ എനിക്ക് ശല്യമാണ്, പഠിക്കാൻ പറ്റൂല. നോക്കിയിരിക്കണ ഓട് ഓട് ഓട്. ഞാൻ പുറത്തായിരുന്നു പഠിക്കല്ലോ. പുറത്തോ അകത്തോ എങ്ങോട്ടെന്ന് വെച്ചപ്പോ ഓ ഇവിടെ കിച്ചണിയുള്ള സാധനത്തിനല്ല എന്തൊരു ആറ്റിറ്റ്യൂഡ്. മെറിലിനെ എടോ, പിന്നെ ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്ന വൈകിട്ട് കാണാമെന്ന്. അത് മിക്കവാറും ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടാ. സംഭവം എന്താണെന്ന് വെച്ചാലേ മറ്റേ ആ മാർക്കിൻ്റെ കേസില്ലേ, അത് നമ്മളെ ചേച്ചി ഇടി ഇങ്ങനെ കുത്തി ചോദിച്ച് അവസാനം പറയേണ്ട വന്നു. അപ്പോൾ ലച്ചേച്ചി ഭയങ്കര കലിപ്പിൽ. സംഭവം നമ്മൾ കുറച്ച് അഡ്വാൻസിലങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, നിൽക്കേണ്ട വിഷയമൊന്നും ഇല്ലായിരുന്നു. ശരിയാവില്ല. കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാന്നേ പറയാൻ പറ്റുള്ളേ. എന്തെങ്കിലും പറഞ്ഞ അടുത്തപ്പ ലച്ചേച്ചി ഒന്നാമതേ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രൻ വിളിച്ച് പറയുമെന്ന് അറിഞ്ഞൂടാ. ഈ തിരിച്ച് ദേഷ്യപ്പെടാനൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം ഇവിടെ കിടന്ന കൂട്ടത്തല്ലാവും. ഒരു കാര്യം ചെയ്യും, ഞാൻ വിളിക്കാം. ഫോൺ തരാറുണ്ട്. കാര്യം എന്താ? ഫോൺ തരേണ്ട കാര്യമില്ലല്ലോ. കയ്യിൽ കിട്ടാൻ ഞാൻ ഉറപ്പായിട്ട് എറിഞ്ഞ പൊട്ടിക്കും. ഫോൺ വിട്. വിട്. എന്ത് ഫോൺ 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 പ്രശ്നം എന്താ? என்ன இங்க? ഉറപ്പായിട്ട് ഞാൻ എറിഞ്ഞു പൊട്ടിക്കും, നോക്കിക്കോ. എന്താണ് ഫോൺ? എന്തിനാണ് ഫോൺ? ഞാൻ പറഞ്ഞു. ഹലോ മെർലിനെ, എവിടെയാ ഉള്ളേ? വീട്ടിലാണെങ്കിൽ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇനിയിപ്പോ റോട്ടിലാണെങ്കിൽ നേരെ വീട്ടിൽ കയറി പൊക്കോളണം. എന്റെ മെർലിനെ വെറുതെ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ചെറുക്കനെ ഓരോന്നൊക്കെ പറയരുത് കേട്ടാ. എന്തിനെപ്പോഴെപ്പോഴും വിളിച്ചോണ്ടിരിക്കണത്? കേശുവിന്റെ പ്രാവശ്യത്തെ മാർക്ക് വല്ലതും അറിഞ്ഞായിരുന്നോ? പൊട്ടിപ്പാളീസായിട്ട് ഇരിക്കുവാണ്. മര്യാദയ്ക്ക് പഠിച്ചോണ്ടിരുന്ന ചെക്കനാ, നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയിട്ട് ഇപ്പൊ അതും ഇല്ലാണ്ടായി. മെർലിനെ ഞാൻ വിളിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, വിളിച്ചോ. പക്ഷെ ഇപ്പൊ
ഇപ്പൊ അവൻ പഠിക്കട്ടെ. നിങ്ങളൊരു ബ്രേക്കോ ഗ്യാപ്പ് എന്തെങ്കിലും എടുക്ക്. ബ്രേക്ക് എടുത്ത ബ്രേക്കേ പോയി പോകും. ആ അപ്പൊ കേസിനെ ശല്യപ്പെടുത്താതിരിക്കും. ആ ഇവര് ശല്യപ്പെടുത്തൂല. ശല്യപ്പെടുത്താതിരിക്കാനാ? ശരി. പിന്നെ അവിടെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തിട്ട് അതിലൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ എന്ത് ഇൻസൾട്ട് ആണ് ചെയ്ത്? എന്ത് ഇൻസൾട്ട് ചെയ്യുന്ന? ആ കൊച്ചിനെ വിളിച്ചിട്ട് വിളിക്കണ്ട മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. വിളിക്കണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ പറഞ്ഞില്ലേ? ഞാൻ ചേച്ചി ആദ്യം എന്താ ചേച്ചി പറഞ്ഞത്? അമ്മൂമ്മ എന്തൊരു അമ്മൂമ്മ നടുക്ക് എനിക്ക് മനസ്സിലാവണില്ല. ഫോൺ തരുന്നുണ്ടോ ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്നാ ശരി, ഞാൻ മിള്ളനടുത്ത് പോയി സോറി പറഞ്ഞിട്ട് വരാം. ഇത്രയൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെങ്കിൽ പോടാ. ഓ ഞാൻ പോവും. ഇത് താഴെ വീഴും. പോടാ. ഞാൻ ഈ ഇത്രയൊക്കെ പോടാ. ഫോണില്ലേ? ഫോൺ താ. ഫോൺ താ. ഇല്ല. ഫോൺ തരുന്നുണ്ടോ? ഇല്ല. തട്ടിപ്പറിക്കാൻ വന്ന ഉറപ്പായിട്ട് എറിഞ്ഞു പൊട്ടിക്കും. എന്റെ സ്വഭാവം അറിയാലോ. എറിഞ്ഞു പൊട്ടിക്കും അല്ലേ? ആ ശരി. എന്നാ ഈ വീട്ടില് ഇന്ന് രാത്രിയാണോ ഇന്ന് നാളെ രാവിലെ ആണോ വരണ വേണ്ടത്? ഞാൻ നാലോകിട്ട് ചേച്ചി അങ്ങനെ വരട്ടെ. ഫോണെന്താ തരത്തില്ലെന്നാ? എങ്ങനെ ഫോണ് തരത്തില്ലെന്നാ? പോണോന്ന് വിചാരിച്ച് നമ്മള് പോവും കേട്ടാ. ചേട്ടാ ചേച്ചി പണയി പോയി. പിന്നെ ചേച്ചി പണയി പോയാ എനിക്കിപ്പോ അങ്ങ് ഇല്ല. പിന്നെ ഞാൻ പോട്ട് നോക്കുമ്പോ നമ്മുടെ തലേ കയറി ഇറങ്ങാൻ പറഞ്ഞ ഒരു മര്യാദക്കെ വേണ്ടേ? ഇനി ഈ വീട്ടിലോട്ട് കേശവ് ബാലചന്ദ്രൻ തമ്പി കേറണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ട് ആര് തീരുമാനിക്കും? ഞാൻ ഇപ്പം മറ്റേ പോയിട്ട് പറഞ്ഞു പോയിട്ട് പോണ് ഇപ്പൊ പോവാ. പോണ് പോടാ. പോവാ. നീ പോ. താത്തോയി ഇനി ഈ കേശവ അടിച്ചെന്തിന്? അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പറഞ്ഞാൽ മതി, മനസ്സിലാവും. അങ്ങനെ അടുത്ത് വരില്ലേ? അടുത്ത് വന്നാ വടി വടി. എന്തൊരു ചേച്ചി മെർലിന്റെ വീട്ടിൽ പോണല്ലേ? മെർലിന്റെ വീട്ടിൽ പോണല്ലേ? ഇല്ല പോണില്ല. പോത്തെ എക്സാം 4th സെമ്മിന്റെ വരാൻ പോണ്. അപ്പൊ പോവാൻ പറ്റൂല. പോവാൻ പറ്റില്ല. ഇല്ല പഠിക്കണം. ഞാൻ 10 വയസ്സൊരു പയ്യനുണ്ട്. അങ്ങനെ അടിക്കാം. പോയി ബുക്ക് എടുത്തോണ്ടോ? പോയി ബുക്ക് എടുത്തോണ്ടോ? ഓൾറെഡി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നയാ. അങ്ങനെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. പഠിക്ക്. അതെ അവൻ പഠിച്ചോളും ലച്ചുമോളെ. എങ്ങനെ പഠിച്ചോളൂന്ന്? മുമ്മ കൂടുതൽ അവനെ സപ്പോർട്ട് ചെയ്യണ്ട. ബുക്ക് തുറന്നു. லெச்சு அவன் பாவம் பெரியவன் இப்படி எல்லாம் பண்ணக்கூடாது. അയ്യോ പെരിയവൻ. അവൻ അടയിരിക്കുകയാണെങ്കിൽ എല്ലാം മുട്ട ഇപ്പൊ വിരിഞ്ഞു കിട്ടും. അതിന് മാത്രം മുട്ട ഇട്ട് വെച്ചാണ്ട് പരീക്ഷയ്ക്ക്. എന്ത് ജാഗ്രതടാ. നീ ആരടാ? മലയാള ഭാഷയുടെ പിതാവാ? എഴുത്തച്ഛനാ? അതന്നെ എല്ലാം അറിയാന്നുള്ള അഹങ്കാരോ. തനിക്ക് ഞാനേ ഒരെണ്ണം തരണമെന്ന് നോക്കി വെച്ചേക്കുവായിരുന്നു. കിട്ടും. ഓടല്ലേ? ഇവിടെ വാ. അനുഭവം ഗുരു. ഇവിടെ വാ. ബുക്കെന്തി? അവിടെ. ഇവിടെ. ഹിന്ദി അ ആ ഇ ഈ വികാസ്. പോസൊക്കെ കൊള്ളാം. അവിടെ പോയിരി. എന്ത് ചിരിക്കണേ? ചിരിയൊക്കെ ഇപ്പൊ മാറി കരച്ചില്ല. എന്ത് പഠിച്ചേ?
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.